വയനാട് വാഗേരിയിലെ നരഭോജി കടുവയെ പിടികൂടി 10 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് കടുവ കൂട്ടിലായത്. കൂടല്ലൂർ കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വിശദാംശങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, നാട് കാത്തിരുന്ന വാർത്തയാണ്. നരഭോജി കടുവയെ ഇപ്പോൾ മയക്കുവെടി വെക്കുന്നതിന് മുൻപ് തന്നെ വനംവകുപ്പ് ആദ്യം സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങുകയായിരുന്നു. സുജ, തീർച്ചയായും ഈ കൂടല്ലൂർ ഗ്രാമം ഒന്നാകെ കാത്തിരുന്ന ഒരു നിമിഷമാണത്. ഈ നരഭോജി കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂടല്ലൂർ കവലയിലെ കോളനി കവലയിലുള്ള ഈ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മുൻപോട്ട് പോയാലാണ് ആ ഭാഗത്താണ് ഈ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നത്. ഈ 10ാം ദിവസവും തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ഇന്ന് അല്പം മുൻപ് ഇപ്പോൾ കടുവ കുടുങ്ങിയത്. നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടിയിരുന്നു. ആദ്യം ഈ പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന കടുവ അതിനടുത്ത് നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ പ്രദേശത്തേക്കുള്ളത്. ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നു. അല്പനിമിഷത്തിനുള്ളിൽ ഈ കടുവയെ കൂട്ടിൽ നിന്ന് ട്രാക്ടറിൽ കയറ്റി ഈ റോഡിലൂടെയാണ് കൊണ്ടുവരിക. ഇവിടെ നാട്ടുകാർ, പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഏതായാലും വലിയൊരു ആശങ്ക അകന്നിരിക്കുന്നു. ഈ നാട്ടിലെ ആളുകളുടെ വലിയൊരു ആശ്വാസമായിരിക്കുന്നു. കാരണം ഇത്രനാൾ ഈ നരഭോജിയായ കടുവ നിരവധി വളർത്തുമൃഗങ്ങളെ പിടിച്ചു. മെനഞ്ഞാന്നും ഈ കടുവ ഒരു പശുവിനെ പിടിച്ചിരുന്നു. ഇന്നലെയും ഒരു വീട്ടിലെത്തി. വനംവകുപ്പ് ഊർജിതമായ തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ കടുവ കൂട്ടിലായത്. വലിയൊരു ആശ്വാസം തന്നെയുണ്ട്. നാട്ടുകാർ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളായ പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടി വലിയൊരു ആശ്വാസത്തിലുള്ള ആളുകളുള്ളത്. ഏതായാലും നമുക്ക് ഈ പ്രദേശവാസികളോട് ഉള്ള